നമ്മൾ അത്യാവശ്യം നിലവാരമുള്ള ഒരു 30 ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരു നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്ന 30 ക്വസ്റ്റ്യൻ. പരമാവധി ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് അത് റെസ്പോണ്ട് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. വെട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, നന്നായിട്ട് പെർഫോം ചെയ്യുക. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന MCQ വർക്കൗട്ട് അനുസരിച്ച് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇത്തിരി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ല, അത്യാവശ്യം നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്? ശരി, സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് ദേശീയവാദികൾ ആരംഭിച്ച പരിപാടികൾ ഇവയിൽ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് ദേശീയവാദികൾ ആരംഭിച്ച പരിപാടികൾ ഇവയിൽ ഏതൊക്കെയാണ്? ഒന്ന് കണ്ടുപിടിച്ചേടാ. ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരംഭിച്ച പരിപാടികൾ. ഉത്തരം വന്നില്ല, ആരും കമന്റ് ചെയ്തില്ല. സി എന്ന് നിങ്ങൾ പറയുമ്പോൾ സ്വദേശി പ്രസ്ഥാനം ഇല്ലെന്നാണോ പറയുന്നത്? ഓക്കെ, നമുക്ക് ഇതിൽ ഓപ്ഷൻസ് തന്നെ നോക്കാം. അതായത് ബംഗാൾ വിഭജനം നമുക്കറിയാം 1905 ബംഗാൾ വിഭജനം എന്ന് പറയുന്ന കാര്യം വരുന്നത്. 1905 ബംഗാൾ വിഭജനം? 1905 ബംഗാൾ വിഭജനം നടന്നത്. ഓക്കെ, നമുക്ക് ഇതിലെ ഓപ്ഷൻസിൽ നമ്മൾ കാണുന്ന ഒരു സാധനമാണ് നിസ്സഹകരണം. ഓക്കെ, നോൺ കോർപ്പറേഷൻ അല്ലെ നിസ്സഹകരണം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ കേട്ടു തുടങ്ങിയത് എപ്പോൾ മുതലാണ്? നമ്മൾ നിസ്സഹകരണ പ്രസ്ഥാനം പഠിക്കുന്നത് തന്നെ എപ്പോഴാണ്? 1920 ആരംഭിച്ചു എന്നുള്ള ഒരു കാര്യമല്ലേ നമ്മൾ പഠിക്കുന്നത്. 1920 ആരംഭിച്ചു. നിസ്സഹകരണം ആരംഭിച്ചത് 1920 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. 1920 ഓക്കെ, നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് ദേശീയവാദികൾ ആരംഭിച്ച പരിപാടികൾ ഇവയിൽ ഏതൊക്കെയെന്നാണ്. അപ്പൊ നിസ്സഹകരണം അതിലില്ല എന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് വെട്ടിക്കളയാം. എ ഓപ്ഷനില് നിസ്സഹകരണം കൊടുത്തിട്ടുണ്ട്, അതായത് 3 പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ എ നമ്മൾ വെട്ടി. ബി ഓപ്ഷനിലും എന്തുണ്ട്? 3 നമ്മൾ ബിയും നമ്മൾ വെട്ടി. സി ഓപ്ഷനിലും എന്തുണ്ടടാ? 3 നമ്മൾ സിയും വെട്ടി. അപ്പൊ ആൻസർ എന്ന് കിട്ടി? ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 ആൻസർ. 1, 2, 4 ആൻസർ കേട്ടോ. അപ്പം ഈ പറയുന്ന നിസ്സഹകരണം അതിലില്ല. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയുന്ന ഒരു ചോദ്യമായിരുന്നു അത്. മനസ്സിലായി? നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1920 കാലഘട്ടത്തിലാണ്. ബഹിഷ്കരണം, അതുപോലെ തന്നെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആരംഭം, ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ആരംഭം, ഇതെല്ലാം ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പരിപാടികളാണ്. എന്നാൽ നിസ്സഹകരണം അതിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി എഴുതിയവർക്ക് മാർക്ക് ലഭിച്ചു. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത് ഈസി ക്വസ്റ്റ്യൻ ആണ്. 1939 ത്രിപുരി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ത്രിപുരി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് അധ്യക്ഷനായത് ഏത് വർഷമാണ്? സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് അധ്യക്ഷനായത് 1938 ഹരിപുര സമ്മേളനത്തിലാണ്. 1938 ഹരിപുര സമ്മേളനത്തിലാണ് അധ്യക്ഷനായത്. ഈ ഹരിപുര സമ്മേളനം നടന്നത് ഏത് സംസ്ഥാനത്ത് വെച്ചിട്ടാണ്? ഹരിപുര ഏത് സംസ്ഥാനത്താണ്ടാ? ഹരിപുര ഏത് സംസ്ഥാനത്താണ്? അറിയോ ആർക്കെങ്കിലും? ഹരിപുര ഗുജറാത്തിലാണ്. പഠിച്ചോണേ, ഹരിപുര ഗുജറാത്തിലാണ്. ഹരിപുര എവിടെയാണ്? ഗുജറാത്തിലാണ്. 38 സമ്മേളനം ഹരിപുര സമ്മേളനത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി അധ്യക്ഷനാകുന്നത്. ഈ സമ്മേളനം നടന്ന ഹരിപുര എന്ന സ്ഥലം ഗുജറാത്തിലാണ്. അടുത്ത 1939 നമ്മുടെ പറയുന്നുണ്ട് സമ്മേളനം നടന്ന സ്ഥലമാണ് ത്രിപുരി. സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ത്രിപുരിയാണ് സമ്മേളന സ്ഥലം. ഈ ത്രിപുരി സമ്മേളനം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ത്രിപുരി ഏത് സംസ്ഥാനത്തായിരുന്നു? ത്രിപുരി മഹാരാഷ്ട്രയല്ല, മധ്യപ്രദേശാണ് കേട്ടോ. ത്രിപുരി മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലാണ് ത്രിപുരി. എടാ, ഈ 39 ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ്? 39 ത്രിപുരി സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ്? 39 ത്രിപുരി സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്ത് നടക്കുന്നത്? ഇലക്ഷൻ നടക്കുന്നത് അല്ലെ? INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇലക്ഷൻ നടന്നത് 39 ത്രിപുരി സമ്മേളനത്തിലാണ്. ഓക്കെ, ഈ ഇലക്ഷനിൽ ആരൊക്കെയാ മത്സരിച്ചത്? സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടായിരുന്നു. പട്ടാഭി സീതാരാമയ്യ ഓപ്പോസിറ്റ് ആരായിരുന്നു? പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു.
ഓക്കെ, ഈ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഇലക്ഷനിൽ ആരാണ് വിജയിച്ചത്? വിജയിച്ചത് ആരാണ്ടാ? വിജയിച്ച സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഈ വിജയത്തിന്റെ പ്രത്യേകത എന്താണ്? എന്താണ് ഈ വിജയം ഇത്ര ചെയ്തെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് 39 ത്രിപുരി സമ്മേളനത്തിലെ സുഭാഷ് ചന്ദ്രബോസിന്റെ വിജയം നമ്മൾ ചർച്ച ചെയ്യാൻ കാരണം എന്താണ്? പട്ടാഭി സീതാരാമയ്യ ആർക്ക് വേണ്ടിയിട്ടാണ് നിന്നത്? പട്ടാഭി സീതാരാമയ്യ ഗാന്ധിജി നോമിനേറ്റ് ചെയ്ത് നിന്നൊരു സ്ഥാനാർത്ഥിയാണ് അല്ലെ? പട്ടാഭി സീതാരാമയ്യ ഗാന്ധിജിക്ക് വേണ്ടി നിന്ന വ്യക്തിയാണ്. അപ്പൊ ഗാന്ധിജി നിർദ്ദേശിച്ച ഒരു വ്യക്തിയെ സുഭാഷ് ചന്ദ്രബോസ് പരാജയപ്പെടുത്തി അല്ലെ? സുഭാഷ് ചന്ദ്രബോസ് പരാജയപ്പെടുത്തി. അത് തന്നെയാണ് ഈ സമ്മേളനത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഇലക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മറക്കണ്ട, സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് അധ്യക്ഷനായത് 1938 ഹരിപുര സമ്മേളനത്തിലാണ്. ഈ ഹരിപുര ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. എന്നാൽ 39 ത്രിപുരി സമ്മേളനം അത് നടന്ന മധ്യപ്രദേശിലാണ്. ഈ ഒരു സമ്മേളനത്തിന്റെ പ്രത്യേകത INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി ഇലക്ഷൻ നടന്നു എന്നതാണ് പ്രത്യേകത. ഈ ഇലക്ഷനിൽ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി നോമിനേറ്റ് ചെയ്ത വ്യക്തിയായിട്ടുള്ള പട്ടാഭി സീതാരാമയ്യെ പരാജയപ്പെടുത്തി പ്രസിഡന്റായി മാറുകയാണ് ചെയ്തത്. ഓക്കെ, ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ 2 ദിവസം കുഴപ്പമില്ല. അടുത്ത 3ാമത്തെ ചോദ്യം, പ്രസ്താവനകൾ പരിഗണിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്ന് ചെയ്തേടാ. പ്രസ്താവനകൾ പരിഗണിച്ച് ശരിയായവയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ശരിയായ കാര്യങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ. ഓക്കെ, ശരിയായവ തിരഞ്ഞെടുക്കുക. ചെയ്യാൻ പറ്റുന്നുണ്ടോടെ? ഓക്കെ, ആര്യ സമാജം സ്ഥാപിതമായത് 1835 ആര്യ സമാജം സ്ഥാപിതമായത് 1835 ഒന്നാമത്തെ പ്രസ്താവന അതാണ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റല്ലേ? ആര്യ സമാജം സ്ഥാപിതമായത് 1875 ആര്യ സമാജം സ്ഥാപിതമായത് 1875. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. നമുക്കപ്പൊ ഇവിടെ വെട്ടാൻ കഴിയുന്നത് ഓപ്ഷനെ വെട്ടിക്കളയാം. ഇനി 3 ഓപ്ഷൻ ബി, സി, ഡി, 3 ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം. 3 ഓപ്ഷൻ നോക്കാം. ആര്യ സമാജത്തിന്റെ സാമൂഹിക പരിഷ്കരണ പരിപാടികളെയും വേദങ്ങളിലുള്ള അതിന്റെ ഊന്നലിനെയും ലാലാ ലജ്പത് റായ് എതിർത്തു എന്നാണ് 2ാമത്തെ സ്റ്റേറ്റ്മെന്റ്. ആര്യ സമാജത്തിന്റെ സാമൂഹിക പരിഷ്കരണ പരിപാടികളെയും വേദങ്ങളിലുള്ള അതിന്റെ ഊന്നലിനെയും ലാലാ ലജ്പത് റായ് എതിർത്തു എന്നാണ് 2ാമത്തെ സ്റ്റേറ്റ്മെന്റ്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്, കേശവ ചന്ദ്ര സെന്നിന് കീഴിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിനായി ബ്രഹ്മസമാജം പ്രചരണം നടത്തി. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, അഭയാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കാനാണ് വിനോബ ഭാവെ സർവോദയ സമാജം സ്ഥാപിച്ചത്. ഇതിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് 3ാമത്തെയും 4ാമത്തെയും സ്റ്റേറ്റ്മെന്റുകൾ അത്യാവശ്യം പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അറിയാമായിരിക്കും. കേശവ ചന്ദ്ര സെൻ ബ്രഹ്മസമാജവുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയുണ്ടായി. അദ്ദേഹം സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി ബ്രഹ്മസമാജത്തില് പ്രചരണം നടത്തി, അല്ലെങ്കിൽ ബ്രഹ്മസമാജത്തിൽ നിന്നുകൊണ്ട് പ്രചരണം നടത്തി. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. അഭയാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കാനാണ് വിനോബ ഭാവെ സർവോദയ സമാജം സ്ഥാപിച്ചത്. സർവോദയ സമാജം സ്ഥാപിച്ചത് ആര് തന്നെയാണ്? സർവോദയ സമാജം സ്ഥാപിച്ചത് ആചാര്യ വിനോബ ഭാവ തന്നെയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അഭയാർത്ഥികൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് 3ാമത്തെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് 2ാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. നിങ്ങൾ ലാലാ ലജ്പത് റായ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും അദ്ദേഹം ആര്യ സമാജത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഇല്ലെന്നാണോ പറയുന്നത്? എങ്കിൽ മനസ്സിലാക്കുക, അദ്ദേഹം ആര്യ സമാജത്തിൽ പ്രവർത്തിച്ചിരുന്നു. ആര്യ സമാജത്തിൽ പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം. അത് മാത്രമല്ല, ഈ പറയുന്ന ആര്യ സമാജത്തിന്റെ സാമൂഹ്യ പരിഷ്കരണ പരിപാടികളെയും വേദങ്ങളിലുള്ള അതിന്റെ ഊന്നലിനെയും ലാലാ ലജ്പത് റായ് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 3ഉം 4ഉം എന്നതാണ് ആൻസർ. 3ഉം 4ഉം എന്നതാണ് ആൻസർ. ഓക്കെ, അപ്പൊ ഡി എഴുതിയവർക്ക് മാർക്ക് ലഭിച്ചു. ഓക്കെ, ഡി എഴുതിയവർക്ക് മാർക്ക് ലഭിച്ചു. ക്ലിയർ ആണേ? ഞാൻ നിങ്ങളുടെ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നൽകുകയാണെങ്കിൽ അത് നിങ്ങൾ പഠിക്കണം.
ആ കാര്യങ്ങൾ നിങ്ങൾ റിവിഷൻ ചെയ്യണം. ആ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതിപ്പോ ഇന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കേശവചന്ദ്ര സന്നിന് കീഴിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിനായി ബ്രഹ്മസമാജം പ്രചാരണം നടത്തി. നിങ്ങൾ അധികം ആരും കേട്ടില്ലാത്തൊരു പുതിയ പോയിന്റ് ആണ്. വിനോബ ഭാവയാണ് സർവോദയ സമാജം സ്ഥാപിച്ചത്. പഠിച്ചിട്ടുണ്ട്. പക്ഷെ അഭയാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കാനാണ് അദ്ദേഹം സ്ഥാപിച്ചത് എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. അതുപോലെ ആര്യ സമാജത്തിലെ സാമൂഹ്യ പരിഷ്കരണ പരിപാടികളെയും വേദങ്ങളിലുള്ള അതിന്റെ ഊന്നലിനെയും ലാൽ ലജ്പത് റായ് പ്രോത്സാഹിപ്പിച്ചു എന്നതാണ് ശരിയായ പ്രസ്താവന. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതൊക്കെ ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മൂന്നാമത്തിന്റെ ആൻസർ ഡി ആണ്. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോയേ. ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ കുറിച്ച് ഗാന്ധിജി അംഗീകരിച്ച വ്യവസ്ഥകൾ ഏതെല്ലാമാണ്? ഗാന്ധി ഇർവിൻ ഉടമ്പടി അനുസരിച്ച് ഗാന്ധിജി അംഗീകരിച്ച വ്യവസ്ഥകൾ ഏതെല്ലാമാണ്? നമുക്കൊന്ന് വായിച്ചു നോക്കാം. സിവിൽ നിയമലംഘന സമരം അവസാനിപ്പിക്കും, ശരിയാണോ? സിവിൽ നിയമലംഘന സമരം അവസാനിപ്പിക്കും, ശരിയാണ്. അതുപോട്ടെ, ഇത് ഏത് വർഷമാണ് ഈ ഗാന്ധി ഇർവിൻ ഉടമ്പടി? ഏത് വർഷമാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി? 1931 അല്ലെ? 1931 ഹലോ കൂട്ടിയിട്ടെ 1931 ഓക്കെ, ശരി. അപ്പൊ നോക്കാം. സിവിൽ നിയമലംഘന സമരം അവസാനിപ്പിക്കും, ശരിയോ തെറ്റോ? ശരിയാണ്. അടുത്ത്, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നേതാക്കൾ പങ്കെടുക്കും, ശരിയോ തെറ്റോ? നമ്മൾ പഠിച്ചു. രണ്ടാം വട്ടമേശ സമ്മേളനത്തില് INC-യിലെ അംഗങ്ങൾ, INC-ക്ക് വേണ്ടിയിട്ട് ആര് പങ്കെടുക്കുകയുണ്ടായി? ഗാന്ധിജി പങ്കെടുക്കുകയുണ്ടായി. അതൊക്കെ നമ്മൾ പഠിച്ചു തന്നെയാണ്. അതും ശരിയാണ്. അടുത്ത്, എല്ലാ വിദേശ സാധനങ്ങളും ഇന്ത്യക്കാർ ബഹിഷ്കരിക്കില്ല, ശരിയോ തെറ്റോ? എല്ലാ വിദേശ സാധനങ്ങളും ഇന്ത്യക്കാർ ബഹിഷ്കരിക്കില്ല, അതും ശരിയാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തെറ്റായിട്ട് തോന്നുമെങ്കിലും അതും ശരിയാണ്. ഓക്കെ. പോലീസ് അതിക്രമങ്ങളെ കുറിച്ച് ഇന്ത്യക്കാർ അന്വേഷണം ആവശ്യപ്പെടില്ല. പോലീസ് അതിക്രമങ്ങളെ കുറിച്ച് ഇന്ത്യക്കാർ അന്വേഷണം ആവശ്യപ്പെടില്ല. കേൾക്കുമ്പോൾ തെറ്റായിട്ട് തോന്നുമെങ്കിലും പിള്ളേരെ അതും ശരിയാണ്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി അനുസരിച്ച് ഗാന്ധിജി അംഗീകരിച്ച വ്യവസ്ഥകൾ ഈ 4 സിവിൽ നിയമലംഘന സമരം അവസാനിപ്പിക്കും, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നേതാക്കൾ പങ്കെടുക്കും, എല്ലാ വിദേശ സാധനങ്ങളും ഇന്ത്യക്കാർ ബഹിഷ്കരിക്കില്ല, പോലീസ് അതിക്രമങ്ങളെ കുറിച്ച് ഇന്ത്യക്കാർ അന്വേഷണം ആവശ്യപ്പെടില്ല. ഓർത്തിരിക്കുക, ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്നിവ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം നിഷേധിച്ചത് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം നിഷേധിച്ചത് ആരാണ്? പിള്ളേരെ, ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് കേട്ട ഉടനെ നിങ്ങൾ ഗാന്ധിജി പറയരുത്. ഇവിടെ ചോദ്യം എന്താണ്? ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം നിഷേധിച്ചത് സി രാജഗോപാലാചാരിയാണ്. ഗാന്ധിജി എന്താണ് പറഞ്ഞത്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ച് ഗാന്ധിജി എന്താണ് പറഞ്ഞത്? ആധുനിക കാലഘട്ടത്തിലെ മഹാത്ഭുതം എന്നാണ്, അല്ലെ? മഹാത്ഭുതം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഈ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം ഏത് വർഷം, ഏത് തീയതി? തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം ഏത് വർഷം, ഏത് തീയതി? ഇപ്പോൾ 1936 ഡേറ്റ് ഏതാണ്? നവംബർ മാസം 12, അല്ലെ? 1936 നവംബർ മാസം 12 ക്ഷേത്രപ്രവേശന വിളംബരം. ഓക്കെ. അടുത്ത 6ാമത്തെ ചോദ്യം. റാണി ഗൗരി ലക്ഷ്മിഭായിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. റാണി ഗൗരി ലക്ഷ്മിഭായിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്ന് ചെയ്തേ. നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾ വേറൊന്നും അറിയണ്ട. ഒരൊറ്റ കാര്യം വെച്ച് ഉത്തരം എഴുതാം. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് അതാരാണ്ടാ? അത് പാർവതിഭായിയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് പാർവതിഭായിയാണ്. നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്. അതായത് നമുക്കിവിടെ വേണ്ടത് ശരിയായ പ്രസ്താവനകളാണ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി എന്ന് പറയുന്നത് ഗൗരി ലക്ഷ്മിഭായിയെ കുറിച്ച് തെറ്റായ പ്രസ്താവനയാണ്. അതായത് 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പം ഇവയെല്ലാം എന്നൊരു ഓപ്ഷൻ വരില്ല. ഓപ്ഷൻ ബിയും വരില്ല, കാരണം 2, 3, 4. ഓപ്ഷൻ സി വരില്ല, 1, 3. ആൻസർ ഓപ്ഷൻ ഡി ആണ്. കാരണം ആ 3 ഇല്ലാത്ത ഓപ്ഷൻ ഏതാണ്ടാ? ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ആൻസർ ഏത് വരും? ആൻസർ ഓപ്ഷൻ ഡി വരും.
നിങ്ങൾ എഴുതിയ മിക്ക ആൾക്കാരും ആ രീതിയിലല്ലേ നിങ്ങൾ എഴുതിയത്? ആണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് പല ചോദ്യങ്ങളും നമുക്ക് ഈ രീതിയിൽ നമുക്ക് വെട്ടി ഉത്തരം എഴുതാൻ കഴിയും. ഗൗരി ലക്ഷ്മി ബായിയെ കുറിച്ചുള്ള 3 പ്രസ്താവനകൾ ഇതിൽ ശരിയാണ്. അപ്പൊ ആ 3 പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. നമ്മൾ മുമ്പും പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. തിരുവിതാംകൂറിൽ അപ്പീൽ കോടതികൾ സ്ഥാപിച്ചു. തിരുവിതാംകൂറിൽ അപ്പീൽ കോടതികൾ സ്ഥാപിച്ചു, ശരിയാണ്. ഓക്കെ. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന സമ്പ്രദായം, ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുക്കുന്ന രീതി എന്നിവ നടപ്പിലാക്കി. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന സമ്പ്രദായം, അതുപോലെ ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുക്കുന്ന രീതി എന്നിവ നടപ്പിലാക്കി. ക്ലിയർ ആണ്. അടുത്ത്, തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കി. അതും ശരിയാണ്. എന്നാൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയത് പാർവതി ഭായിയാണ്. അത് ഏത് വർഷമാണ്ടാ? 1817. 1817. ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടം നിങ്ങൾക്ക് അറിയായിരിക്കും. 1810 മുതൽ 1815 വരെ. 1810 മുതൽ 1815 വരെ. പാർവതി ഭായിയുടേത് 1815 മുതൽ 1829 വരെ. പാർവതി ഭായിയുടെ കാലഘട്ടം 1815 മുതൽ 1829 വരെ. അപ്പൊ മറക്കണ്ട, അപ്പീൽ കോടതി, ജന്മിമാർക്ക് പട്ടയം നൽകുന്ന സമ്പ്രദായം, ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുക്കുന്ന രീതി, അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ വാക്സിനേഷൻ, അലോപ്പതി ചികിത്സ, ഇതെല്ലാം റാണി ഗൗരി ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ. പ്രാഥമിക വിദ്യാഭ്യാസം പാർവതി ഭായിയാണ്. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. 7ാം ക്വസ്റ്റ്യൻ ചെയ്തോ. 1916 പാലക്കാട്ട് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്ന പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? 1916 പാലക്കാട്ട് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്ന പ്രമേയം അവതരിപ്പിച്ചത്. പ്രീവിയസ് ചോദ്യമാണ്, പലപ്പോഴും നിങ്ങൾ കണ്ടു കാണും ആ ചോദ്യം. ആൻസർ ആരാണ്ട? KP കേശവമേനോനാണ്. KP കേശവമേനോനാണ് ആൻസർ. അടുത്ത്, തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നല്ലൊരു ചോദ്യമാണ്. നോക്കാം. ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ബാൽക്കൻ. ശരിയാണോ? ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ബാൽക്കൻ. ഇത് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ പഠിച്ചോണേ. ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ബാൽക്കൻ. അത് ശരിയാണ്. അടുത്ത്, മൊറോക്കൻ പ്രതിസന്ധി പരിഹരിക്കാൻ ഫ്രാൻസ് ജർമ്മനിക്ക് കൈമാറിയ പ്രദേശമാണ് ഫ്രഞ്ച് കോങ്കോ കോളനി. മൊറോക്കൻ പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് ഫ്രാൻസ് ജർമ്മനിക്ക് കൈമാറിയ പ്രദേശമാണ് ഫ്രഞ്ച് കോങ്കോ കോളനി. ശരിയാണ്. അടുത്ത്, ബാൽക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാനായി സെർബിയയെ സഹായിച്ച രാജ്യമാണ് റഷ്യ. ശരിയാണോ? ബാൽക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാനായിട്ട് സെർബിയയെ സഹായിച്ച രാജ്യമാണ് റഷ്യ. ശരിയോ തെറ്റോ? വളരെ ശരിയാണ്. ബാൽക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ സെർബിയ സഹായിച്ച രാജ്യം റഷ്യയാണ്. ബാൽക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ ഓസ്ട്രിയ സഹായിച്ച രാജ്യമാണ് ബ്രിട്ടൻ. ഓസ്ട്രിയ സഹായിച്ച ബ്രിട്ടൻ ആണോ? അല്ലെങ്കിൽ ആരാണ്? ഓസ്ട്രിയ സഹായിച്ചത് ആരാണ്? ബ്രിട്ടൻ അല്ലെങ്കിൽ ആരാണ്? ജർമ്മനി. ഓസ്ട്രിയ സഹായിച്ച രാജ്യം ജർമ്മനിയാണ്. ജർമ്മനി. ഓക്കെ. അതായത് ഇവിടെ നമുക്ക് വേണ്ട തെറ്റായ പ്രസ്താവനയാണ്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി, 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഓക്കെ. അത്യാവശ്യം പാടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട പോയിന്റുകൾ തന്നെയാണ്. ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ബാൽക്കൻ എന്ന് പറയുന്നത്. മൊറോക്കൻ പ്രതിസന്ധി പരിഹരിക്കാൻ ഫ്രാൻസ് ജർമ്മനിക്ക് കൈമാറിയ പ്രദേശമാണ് ഫ്രഞ്ച് കോങ്കോ കോളനി. പഠിച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഈ 2 കാര്യങ്ങൾ, ബാൽക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ സെർബിയയെ സഹായിച്ചത് റഷ്യ. സെർബിയ സഹായിച്ച റഷ്യയാണ്. ഓസ്ട്രിയയെ സഹായിച്ചത് ജർമ്മനിയാണ്. ബാൽക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാനായിട്ട് ഓസ്ട്രിയയെ സഹായിച്ച രാജ്യം അത് ഏതാണ്ട് ജർമ്മനിയാണ്. ക്ലിയർ ആണ്. ഓക്കെ. അടുത്ത ചോദ്യം. യുദ്ധം ആരംഭിക്കുന്ന മുൻപ് തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ആരുടെ വാക്കുകളാണിവ? വളരെ ഫേമസ് ആയ ഒരു കോട്ടാണ്.
യുദ്ധം ആരംഭിക്കും മുൻപ് തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു. ആരുടെ വാക്കുകളാണിത്? വളരെ ജോൺ ആഡംസിന്റെ വാക്കുകളാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ജോൺ ആഡംസിന്റെ വാക്കുകളാണ്. ജോൺ ആഡംസിന്റെ വാക്കുകളാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം ചെയ്തേ. തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1919 പാരീസ് സമാധാന സമ്മേളനത്തിന്റെ ഫലമായി രൂപം കൊണ്ട രാജ്യാന്തര സംഘടനയാണ് സർവ്വരാജ്യ സഖ്യം. സർവ്വരാജ്യ സഖ്യം രൂപീകൃതമായത് 1920 സർവ്വരാജ്യ സഖ്യത്തിന്റെ ആസ്ഥാനം ലണ്ടൻ ആയിരുന്നു. സർവ്വരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ച അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഈസി ക്വസ്റ്റ്യൻ ആണ്ടാ. 19 പാരീസ് സമാധാന സമ്മേളനത്തിന്റെ ഫലമായി രൂപം കൊണ്ട രാജ്യാന്തര സംഘടനയല്ലേ സർവ്വരാജ്യ സഖ്യം? ആണ്, ശരിയാണ്. സർവ്വരാജ്യ സഖ്യം രൂപീകൃതമായത് 1920 20 ആണ്, ശരിയാണ്. സർവ്വരാജ്യ സഖ്യത്തിന്റെ ആസ്ഥാനം ലണ്ടൻ ആയിരുന്നോ? അല്ല. സർവ്വരാജ്യ സഖ്യത്തിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു കുട്ടികളെ? ആർക്ക് പറയാം സർവ്വരാജ്യ സഖ്യത്തിന്റെ ആസ്ഥാനം? ജനീവ. കറക്റ്റ് ആണ്. സർവ്വരാജ്യ സഖ്യത്തിന്റെ ആസ്ഥാനം ജനീവ. സർവ്വരാജ്യ സഖ്യത്തിന്റെ ആസ്ഥാനം എവിടെയാണ്ട? ജനീവ. സർവ്വരാജ്യ സഖ്യത്തിന്റെ ആസ്ഥാനം ജനീവയിലായിരുന്നു. ജനീവ. സർവ്വരാജ്യ സഖ്യം എന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണോ? വുഡ്രോ വിൽസൺ ആണ്. വുഡ്രോ വിൽസൺ ആണ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അല്ല, അത് വുഡ്രോ വിൽസൺ ആണ്. അപ്പം തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് നമുക്ക് വേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 3ഉം 4ഉം. അത് അത്യാവശ്യം എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പം നമുക്കറിയാം ലീഗ് ഓഫ് നേഷൻസ് 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ഒരു സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ്. അപ്പൊ ലീഗ് ഓഫ് നേഷൻസ് രൂപം കൊള്ളാൻ കാരണമായിട്ടുള്ള ഉടമ്പടിയാണ് 19 പാരീസ് സമാധാന ഉടമ്പടി എന്ന് പറയുന്നത്. 1920 രൂപം കൊണ്ടു. ആസ്ഥാനം ജനീവയാണ്. ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്ട? വുഡ്രോ വിൽസൺ ആണ്. ഓക്കെ, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് നമുക്ക് ഏതെങ്കിലും പറയാൻ പറ്റുമോ? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഏതെങ്കിലും ചോദ്യം പറയാൻ പറ്റുമോ? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. യുഎൻഒ. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയുടെ അല്ലെങ്കിൽ ആ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ആരെന്ന് കേട്ടാ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് കേട്ടോ. ഓക്കെ, വുഡ്രോ വിൽസണ് നിങ്ങൾ വേറൊരു പോയിന്റ് പഠിച്ചോണേ. വുഡ്രോ വിൽസണ് ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പൊതുഭരണത്തിന്റെ പിതാവാണ് ആര്? വുഡ്രോ വിൽസൺ കേട്ടോ. ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പൊതുഭരണത്തിന്റെ പിതാവാണ് വുഡ്രോ വിൽസൺ. ഓക്കെ, ഇന്ത്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് ആരെന്നറിയാവോ? ഇന്ത്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് ആരെന്നറിയാവോ? വളരെ ഇന്ത്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞു പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് വുഡ്രോ വിൽസൺ അല്ലെങ്കിൽ പൊതുഭരണത്തിന്റെ പിതാവ് വുഡ്രോ വിൽസൺ എന്ന് പറഞ്ഞു. ഇന്ത്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ നല്ലൊരു പേരാണ്. ആളുടെ പേരാണ് പോൾ എച്ച് ആപ്പിൾ ബി. പോൾ എച്ച് ആപ്പിൾ ബി. പോൾ എച്ച് ആപ്പിൾ ബി എന്ന വ്യക്തിയാണ് ഇന്ത്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ്. പോൾ എച്ച് ആപ്പിൾ ബി ആണ് ഇന്ത്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ്. അത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിനിന്റെ ഗുഡ്വിൽ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവരിൽ ആരാണ്? കറണ്ട് അഫയേഴ്സിലൊക്കെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് പിള്ളേരെ. അത് ആരാണ് ആൻസർ? ഓക്കെ, മഞ്ജു വാര്യർ ആണ് ആൻസർ. മഞ്ജു വാര്യർ കേട്ടോ. മഞ്ജു വാര്യർ മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന മഞ്ജു വാര്യർ. നിങ്ങൾക്ക് മഞ്ജു വാര്യർ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. മനീഷ എത്ര എസ് മനീഷ? ഓക്കെ, മനീഷയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പാലക്കാട്, അടുത്തത് ഏതാണ് മനീഷ? വിജയ് ഇഷ്ടമാണ്. വിജയുടെ കാര്യം ചോദിച്ചാടേ. ഞാനൊരു വിജയ് ഫാനാണ് കേട്ടോ. അന്ന് അടുത്ത വർഷം തമിഴ്നാട് പിടിക്കും കേട്ടോ. TVK തമിഴക വെട്രിക്കഴകം കേട്ടോ. അതിന്റെ ഒരു ഘടകം ഞാൻ കേരളത്തിൽ തുടങ്ങും അതിനുശേഷം. ഓക്കെ, നമുക്ക് കേരളം പിടിക്കണം. എന്നിട്ട് നീ തുടങ്ങണ്ട, നീ എന്റെ ഘടകത്തിൽ നീ അംഗമായത്. പാലക്കാട് ഘടകം നിനക്ക്, കേരള ഘടകം ഞാനും. ഓക്കെ, പാലക്കാട് ഘടകം മനീഷയും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത്, ഡോക്ടർ വി നാരായണൻ പുതുതായി ചുമതലയേറ്റത് ഇവയിൽ ഏത് സ്ഥാനത്തേക്കാണ്? വി നാരായണൻ അറിയാലോ, ISRO ചെയർമാനാണ്. ISRO ചെയർമാനാണ് വി നാരായണൻ. എത്രാമത്തെ ISRO ചെയർമാനാണ്ടാ? എത്രാമത്തെ ISRO ചെയർമാനാണ് അദ്ദേഹം? 11ാമത്തെ ISRO ചെയർമാനാണ്.
കന്യാകുമാരിയാണ് സ്വദേശം കേട്ടോ. കന്യാകുമാരിയാണ് സ്വദേശം കേട്ടോ. 11ാമത്തെ ISRO ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. ഓക്കെ, ക്ലിയർ ആണ്. 2025 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2025 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് രാജ്യമാണ് പിള്ളേരെ? ഫ്രാൻസ് ആണ്. ഫ്രാൻസ് ആണ് ആൻസർ. ഫ്രാൻസ്. അടുത്ത് 2024 ഡിസംബറിൽ നടന്ന ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമായ സ്ലിനെക്സ് 24ന്റെ വേദി. സ്ലിനെക്സ് 24ന്റെ വേദി എവിടെ പിള്ളേരെ? വിശാഖപട്ടണം. സ്ലിനെക്സ് 24 വിശാഖപട്ടണം. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, 2025 ICC പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ആതിഥേയത്വം തന്നിരിക്കുന്നതിൽ ഏതാണ് ആതിഥേയ രാജ്യം? ഏതാണ് പിള്ളേരെ? പാകിസ്ഥാനാണ് അല്ലേ? പാകിസ്ഥാൻ. ഇപ്പൊ ICC ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഫൈനലിലെത്തി. അതിന്റെ വേദി പാകിസ്ഥാനാണ്. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, പാകിസ്ഥാൻ മാത്രമാണോ വേദി? അല്ല. ഇന്ത്യയുടെ മത്സരങ്ങൾ നടക്കുന്നത് പാകിസ്ഥാനിലല്ല. ഇന്ത്യയുടെ മത്സരങ്ങൾ നടക്കുന്നത് ദുബായിലാണ് അല്ലെ? ദുബായിൽ. ഓക്കെ, ക്ലിയർ ആണ്. മനസ്സിലായോ? ഓക്കെ, എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മത്സരങ്ങൾ ദുബായിൽ വെച്ച് നടക്കുന്നത്? ഇന്ത്യക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ട്, സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ മത്സരങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എവിടെയാണ്ടാ? അത് ദുബായിലാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ അടങ്ങിയിരിക്കുന്നത് കേട്ടാ. ഓക്കെ, അപ്പൊ ഇന്ത്യ അങ്ങ് ഒഴിവാക്കാത്ത എന്താ? ICC ചാമ്പ്യൻ ട്രോഫിയിൽ നിന്ന് ഇന്ത്യ ഒഴിവാക്കാത്ത നല്ല റീസൺ ആക്കുകയും പറയാൻ പറ്റുമോ? ഇന്ത്യക്ക് പാകിസ്ഥാനിൽ പോകാൻ പറ്റില്ലെങ്കിൽ ഇന്ത്യ ഒഴിവാക്കിയാൽ പോരെ? പിന്നെ എന്തിനാ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബാക്കി എല്ലാ ടീമുകളും ഇവിടെ നിന്ന് പോയി ദുബായി പോയി മത്സരം നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയിട്ടാ? നല്ല റീസൺ ഒന്ന് പറഞ്ഞേ. എന്തൊരു എത്രയും ആൾക്കാർ കിടക്കുക അല്ലേ? ഓ ഒടിയുടെ പവർ മണി പവർ ഒന്നും അല്ല, വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ളത് അല്ലേ? ഇന്ത്യയിൽ തന്നെ ഏകദേശം മെജോറിറ്റി ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കായിക ഇനമാണ് ക്രിക്കറ്റ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും കാണുന്നില്ല. അപ്പൊ അത്രത്തോളം വ്യൂവർഷിപ്പ് ഇന്ത്യക്കാണ് ഉള്ളത്. അപ്പൊ ഇവർക്ക് ബിസിനസ് നടക്കണമെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. സോ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പ്രത്യേക വേദി അതുകൊണ്ടാണ് തീരുമാനിച്ചത് കേട്ടോ. മനസ്സിലാക്കുക. ഓക്കെ, അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ തെറ്റായവ തിരഞ്ഞെടുക്കുക. കണ്ടുപിടിച്ചേ. അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ തെറ്റായവ തിരഞ്ഞെടുക്കുക. ഓക്കെ, നോക്കാം. ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ. ശരിയല്ലേ? ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ അല്ലേ? നമുക്ക് തെറ്റായതാണ് വേണ്ടത്. അത് ഒന്നാമത്തെ ശരിയാണ്. അടുത്ത്, വായുവിന്റെ സംവഹന ചലനം സ്ട്രാറ്റോസ്ഫിയർ മേഖലയിൽ വളരെ കൂടുതലാണ്. ശരിയോ തെറ്റോ? തെറ്റാണ് കേട്ടോ. വായുവിന്റെ സംവഹന ചലനം സ്ട്രാറ്റോസ്ഫിയറിൽ കുറവാണ് അല്ലെ? സ്ട്രാറ്റോസ്ഫിയറിൽ കുറവായത് കൊണ്ടാണ് അതുവഴി എന്ത് ചെയ്യുന്നത്? വിമാനങ്ങളും മറ്റുമൊക്കെ സഞ്ചരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ഉള്ളത് ട്രോപ്പോസ്ഫിയറിലാണ്. വായുവിന്റെ സംവഹന ചലനം ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്ടാ? ട്രോപ്പോസ്ഫിയറിലാണ് കേട്ടോ. ട്രോപ്പോസ്ഫിയറിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ബാക്കിയുള്ള പോയിന്റുകളൊക്കെ നോക്കാം. നിശാമേഘങ്ങൾ എന്നറിയപ്പെടുന്ന നോക്ടിലൂസന്റ് മേഘങ്ങൾ കാണപ്പെടുന്നത് മിസോസ്ഫിയറിലാണ്. നിശാമേഘങ്ങൾ എന്നറിയപ്പെടുന്ന നോക്ടിലൂസന്റ് കാണപ്പെടുന്നത് മിസോസ്ഫിയറിലാണോ? ആണ്. ഓക്കെ, നിശാമേഘങ്ങൾ നോക്ടിലൂസന്റ് കാണപ്പെടുന്നത് മിസോസ്ഫിയറിലാണ്. ഓക്കെ, രാജ്യാന്തര ബഹിരാകാശ നിലയം കാണപ്പെടുന്ന അന്തരീക്ഷ പാളി തെർമോസ്ഫിയർ ആണ്. ശരിയാണോടെ? തെർമോസ്ഫിയർ ആണ്. ശരിയാണ്. രാജ്യാന്തര ബഹിരാകാശ നിലയം കാണപ്പെടുന്നത് തെർമോസ്ഫിയറിലാണ്. ശരിയാണ്. അപ്പൊ തെറ്റായിട്ടുള്ള ഒരേ ഒരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. അത് രണ്ട് മാത്രമാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ദിശയിലുള്ള ഹിമാലയത്തിന്റെ കൊടുമുടികളുടെ ശരിയായ ക്രമം ഇവയിൽ ഏതാണ്? കണ്ടുപിടിക്കും. കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ദിശയിലുള്ള ഹിമാലയത്തിന്റെ കൊടുമുടികളുടെ ശരിയായ ക്രമം ഇവയിൽ ഏതാണ്? ഒന്ന് കണ്ടുപിടിച്ചേ. മൊത്തം ഓപ്ഷനൊക്കെ വായിച്ച് നോക്കിയിട്ട് ബുദ്ധിപരമായിട്ട് കണ്ടുപിടിക്ക്. കോളെടുത്തോ.
കിഴക്ക് നിന്ന് പടിഞ്ഞാറ്. അവിടെ മൈക്ക് ഓണാണ് ആരുടെ? ഷാനിയാണോ? ആ എടാ പിള്ളേരെ ഒന്ന് നോക്കിയേ, ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം? നിങ്ങൾക്ക് ഇതില് നിങ്ങൾ പലരും ഓപ്ഷൻ ഫുള്ള് വായിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ ഈ ലാസ്റ്റ് ഓപ്ഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. ലാസ്റ്റ് ഓപ്ഷനിലേക്ക് ഈ നംജ ബർവ നമുക്ക് ഇപ്പൊ 10th പ്രിലിംസിന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അസം ഹിമാലയയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, അസം ഹിമാലയയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദിച്ചൊരു ചോദ്യം ഓർക്കുന്നുണ്ടോ നിങ്ങള്? നംജ ബർവ, അസം ഹിമാലയയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറഞ്ഞിട്ട്. കാഞ്ചൻജംഗ നിങ്ങൾക്ക് അറിയാം. കാഞ്ചൻജംഗ എവിടെയാ? കാഞ്ചൻജംഗ എവിടെയാണ് വളരെ? കാഞ്ചൻജംഗ സിക്കിമിലാണ് കാഞ്ചൻജംഗ. മൗണ്ട് എവറസ്റ്റ് എവിടെയാണ്? മൗണ്ട് എവറസ്റ്റ് എവിടെയാണ്? മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലല്ലേ? നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ്, നേപ്പാളിലാണ്. നന്ദാദേവി എവിടെയാണ്? നന്ദാദേവിയൊക്കെ നമ്മൾ എത്രയോ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞതാണ്ട. ഉത്തരാഖണ്ഡിലാണ് നന്ദാദേവി. ഓക്കെ, നമുക്കിവിടെ വേണ്ടത് കിഴക്ക് നിന്ന് പടിഞ്ഞാറിലേക്ക്. കിഴക്കെന്ന് പറയുമ്പം ഈ ഭാഗമാണ്, പടിഞ്ഞാറെന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് വേണ്ടത്. നിങ്ങൾ നോക്കടാ, അസം. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഒരു മാപ്പ് നോക്കുമ്പം ഈ ഭാഗത്താണ് നമ്മൾ അസം ഹിമാലയം എല്ലാം വരുന്നത്. അതിനുശേഷം ഇവിടെയാണ് നമുക്ക് സിക്കിം വരുന്നത്. അതിനുശേഷം ഈ ഒരു ഭാഗത്താണ് നേപ്പാൾ വരുന്നത്. ഈ ഒരു ഭാഗത്താണ് ഉത്തരാഖണ്ഡ് വരുന്നത്, അല്ലേ? അപ്പൊ ഓപ്ഷൻ ഡി അല്ലേ കറക്റ്റ് ആയിട്ടുള്ളത്? ആണ്. നിങ്ങൾ എല്ലാ ഓപ്ഷനും വായിച്ചു നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയേനെ. എല്ലാ ഓപ്ഷനും വായിച്ചു നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയേനെ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ ഡിഗ്രി ബാച്ചിന് ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇന്ത്യയുടെ ആ ഒരു ഹിമാലയം പോകുന്ന ആ സംസ്ഥാനങ്ങൾ, ആ ഒരു പ്രദേശത്തിന്റെ മാപ്പ് നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് വെച്ചോണം. സംസ്ഥാനങ്ങൾ എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ കൊച്ചിലെ മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെയാണ്. എവിടെയൊക്കെയാണ് സംസ്ഥാനങ്ങൾ വരുന്നത് അതൊന്ന് മനസ്സിലാക്കി വെച്ചോണം. ഈ ഒരു കാറ്റഗറി ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരും, മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ഒരു ലോജിക്ക് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന. ആരെങ്കിലും കണ്ടുപിടിച്ചായിരുന്നോ ഡി ആണ് ആൻസർ എന്നുള്ളത്? കണ്ടുപിടിച്ച ആൾക്കാരുണ്ടോ? കണ്ടുപിടിച്ച ആൾക്കാർ ഈ ഒരു ഐഡിയ ആണ് യൂസ് ചെയ്തത്. ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത്. നംജ ബർവ അസം, പിന്നെ കാഞ്ചൻജംഗ സിക്കിം, മൗണ്ട് എവറസ്റ്റ് നേപ്പാള്, നന്ദാദേവി ഉത്തരാഖണ്ഡ്. ഓക്കെ, ആ ഒരു ഐഡിയ തന്നെയാണ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു ഐഡിയ അത് എവിടെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായ? ഇത്തരത്തിലാണ് പല ക്വസ്റ്റ്യൻസ് നമ്മൾ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടത് കേട്ടോ. ഓക്കെ, ശരി, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം. കൃഷ്ണ ഡെൽറ്റയ്ക്കും കേപ്പ് കാമറിനും ഇടയിലുള്ള ഇന്ത്യയുടെ തീരസമതലം ഏത്? കണ്ടുപിടിയടാ. ഒരു സെക്കൻഡ്. ഉത്തരം കമന്റ് ചെയ്തോ? കണ്ടുപിടിച്ച് ഉത്തരം കമന്റ് ചെയ്തോ? മെസ്സേജ് അയച്ചോട്ട്. കൃഷ്ണ ഡെൽറ്റയ്ക്കും കേപ്പ് കാമറിനും ഇടയിലുള്ള തീരസമതലം ഏതാണ്? കേപ്പ് കാമർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ പിള്ളേരെ? കേപ്പ് കാമർ കേപ്പ് ഓഫ് കാമർ അല്ലെങ്കിൽ കേപ്പ് കാമർ. അയ്യേ, അനുവിന് അറിഞ്ഞൂടെ? അനു 4ഉം 5ഉം തവണയൊക്കെയാണ് അനുവിടെ പോണത് മാസത്തില്. കന്യാകുമാരി. കേപ്പ് കാമർ എന്ന് പറഞ്ഞാൽ കന്യാകുമാരിയാണ്. കന്യാകുമാരിയാണ് കേപ്പ് കാമർ. അപ്പൊ ഇപ്പൊ ഉത്തരം കിട്ടിക്കാണും. കൃഷ്ണ ഡെൽറ്റയ്ക്കും കേപ്പ് കാമറിനും ഇടയിലുള്ള ഇന്ത്യയുടെ തീരസമതലം ഏതാണ് പിള്ളേരെ? അതേതാണ്? കോറമണ്ടൽ തീരമാണ് കേട്ടോ. കോറമണ്ടൽ തീരമാണ്. കൃഷ്ണ ഡെൽറ്റയ്ക്കും കേപ്പ് കാമറിനും ഇടയിലുള്ള ഇന്ത്യയുടെ തീരസമതലം കോറമണ്ടൽ തീരമാണ്. എത്ര പേർക്ക് അറിയായിരുന്നു കേപ്പ് കാമർ കന്യാകുമാരിയാണെന്ന്? അറിയാന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു? ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. കോറമണ്ടൽ തീരമാണ് ആൻസർ കേട്ടോ. കോറമണ്ടൽ തീരമാണ് ആൻസർ. ഓക്കെ, കൊള്ളാം. ശരി, അടുത്ത് കേരളത്തിലെ അണക്കെട്ടുകളും അവ സ്ഥിതി ചെയ്യുന്ന നദികളും തമ്മിലുള്ള ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. കേരളത്തിലെ അണക്കെട്ടുകളും അവ സ്ഥിതി ചെയ്യുന്ന നദികളും തമ്മിലുള്ള ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്ന് തിരഞ്ഞെടുത്തേടാ. നോക്കാം. പേപ്പാറ അണക്കെട്ട് നെയ്യാറിലാണോ? പേപ്പാറ അണക്കെട്ട്
പേപ്പാർ അണക്കെട്ട് നെയ്യാറിലാണോടാ? അല്ല, പേപ്പാർ അണക്കെട്ട് വരുന്നത് പിന്നെ എവിടെയാ? നെയ്യാറിൽ അല്ലെങ്കിൽ പിന്നെ എവിടെയാ? പേപ്പാർ അണക്കെട്ട് നെയ്യാറിൽ അല്ലെങ്കിൽ പിന്നെ എവിടെയാ? കരമനയാറിലാണ് കേട്ടോ. കരമനയാറിലാണ്. കരമനയാറിലാണ് പേപ്പാർ അണക്കെട്ട് വരുന്നത്. കരമനയാറിലാണ് പേപ്പാർ അണക്കെട്ട് വരുന്നത്. മീൻകര ചാലക്കുടി പുഴയിലാണോ? മീൻകര ചാലക്കുടി പുഴയിലാണോ? അല്ല, മീൻകര ചാലക്കുടി പുഴയിലല്ല. മീൻകര വരുന്നത് എവിടെയെന്നറിയോടാ? നമ്മുടെ ഈ ഭാരതപ്പുഴയുടെ ഒരു പോഷക നദിയിലാണ് വരുന്നത്. ഭാരതപ്പുഴ ഏത് ഗായത്രിപ്പുഴ കറക്റ്റ് ആണ്. ഗായത്രി പുഴയിലാണ് മീൻകര വരുന്നത്. നമുക്ക് ഇവിടെ ഒരെണ്ണം കിട്ടുമ്പോൾ തന്നെ ഇപ്പൊ പേപ്പാറ നെയ്യാറ തെറ്റാണെന്ന് കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടാം. ബിയും ഡിയും നമുക്ക് വെട്ടാം കേട്ടോ. ബിയും ഡിയും നമ്മൾ വെട്ടി. അവിടെ ബിയും ഡിയും നമുക്ക് വെട്ടായിരുന്നേ. അടുത്ത് പരപ്പാറ് പമ്പ. പരപ്പാറ ഞാൻ നിങ്ങൾക്ക് പലതവണ പറഞ്ഞിട്ടുണ്ട്. പരപ്പാർ ഡാം എന്നറിയപ്പെടുന്നത് അത് ഏതാണ്? തെന്മല ഡാമാണ്. പരപ്പാർ ഡാം ഏതാണ്? തെന്മല ഡാമാണ് പരപ്പാർ ഡാം. ഓക്കെ, അപ്പൊ അത് ഏതാണ്ടാ? തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? കല്ലടയിലാണ് അല്ലേ? തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത് കല്ലടയിലാണ്. പരപ്പാർ ഡാം എന്ന് പറഞ്ഞാൽ തെന്മല ഡാമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് കല്ലടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കല്ലട നദിയിലാണ്. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പഴശ്ശി ഡാം വളപട്ടണം പുഴ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 4 മാത്രമാണ് ആൻസർ ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അത് കിട്ടിക്കാണും. എല്ലാവർക്കും കിട്ടേണ്ട ഒരു ചോദ്യമാണ്. നിങ്ങൾ പക്ഷേ ഇതുപോലെ വെട്ടിയും അതുപോലെയൊക്കെ ചിന്തിച്ചൊക്കെ എടുക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ഇനി 10 ക്വസ്റ്റ്യനും കൂടെ. നിർദ്ദേശക തത്വങ്ങളിലെ ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കുക. ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവ എടുക്കുക. സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ കിട്ടും. സിമ്പിൾ ആയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. പുരുഷനും സ്ത്രീക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം നിർദ്ദേശക തത്വങ്ങളെ എന്തല്ല, ന്യായവാദാർഹമല്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും നിയമങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ നിയമം അർഹമായിട്ട് മാറും. ഏതെങ്കിലും നിയമങ്ങൾ, ആക്ടുകൾ പാസ്സായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ പ്രകാരം, നമ്മുടെ ഈ നിർദ്ദേശക തത്വങ്ങളിലെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ പ്രകാരം നിയമങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ആ നിയമപ്രകാരം ചില കാര്യങ്ങൾ ന്യായവാദാർഹമായി മാറും. പുരുഷനും സ്ത്രീക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം. ഇപ്പൊ തന്നെ നമ്മൾ മലയാള സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ കേട്ടതാണല്ലേ. പുരുഷ നടന്മാർക്കുള്ള പുരുഷന്മാർക്കുള്ള ആ ഒരു ശമ്പളം സ്ത്രീകൾക്ക് ഇല്ല എന്നും പറഞ്ഞിട്ട് ആരെങ്കിലും കോടതി പോകുന്നതായിട്ടോ അല്ലെങ്കിൽ കോടതി പോയി വാദിക്കാൻ പറ്റുമെന്നോ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഏത് തന്നെയാണ് ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങളിൽ ഏത് ഉൾപ്പെടുന്നുണ്ട്? ഈ ഒന്നാമത്തെ കാര്യം ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. നമുക്ക് ന്യായവാദാർഹമല്ലാത്ത അവകാശം ഉൾപ്പെടുന്നവയാണ് വേണ്ടത്. അപ്പൊ ഒന്നാമത്തെ ഉൾപ്പെടുന്നുണ്ട്. മതിയായ ഉപജീവന മാർഗം. ഇതിൽ ഇപ്പം ക്ലാസ് കാണുന്ന പല ആൾക്കാർക്കും ചിലപ്പം മതിയായ ഉപജീവന മാർഗം ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് കോടതി പോകാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പൊ അത് രണ്ടും ശരിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, 1ഉം 2ഉം. അടുത്ത ചോദ്യം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോകസഭാ സ്പീക്കർ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾ തീർപ്പാക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ചത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോകസഭാ സ്പീക്കർ എന്നിവയുടെ തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾ തീർക്കാനുള്ള അല്ലെങ്കിൽ തീർപ്പാക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ചത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഒന്ന് കണ്ടുപിടിച്ച് ഉത്തരം കമന്റ് ചെയ്തേ പിള്ളേരെ. ഇതൊക്കെ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് പിള്ളേരെ. ആൻസർ ഓപ്ഷൻ ബി ആണ്. 44-ാം ഭേദഗതിയാണ് ആൻസർ. 44-ാം ഭേദഗതിയാണ് ആൻസർ. 44-ാം ഭേദഗതി. ഓക്കെ, അതായത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോകസഭാ സ്പീക്കർ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾ തീർപ്പാക്കാനുള്ള സുപ്രീം കോടതി അധികാരങ്ങൾ പുനഃസ്ഥാപിച്ചത് 44-ാം ഭേദഗതി പ്രകാരമാണ് കേട്ടോ. 44-ാം ഭേദഗതി പ്രകാരമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചെയ്തേ. ഒരു പൗരന് വോട്ടവകാശം നിഷേധിക്കുന്ന വ്യവസ്ഥകൾ ഇവയിൽ ഏതെല്ലാമാണ്? ഒരു പൗരന് വോട്ടവകാശം നിഷേധിക്കുന്ന വ്യവസ്ഥകൾ ഇവയിൽ ഏതെല്ലാമാണ്? കണ്ടുപിടിച്ചേ. വോട്ടവകാശം നിഷേധിക്കുക എന്ന് വെച്ചാൽ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നോക്കാം. നിശ്ചിത പ്രായ പരിധി തികയാത്തവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോടെ? അതായത് 18 വയസ്സില്ലാത്തവർക്ക് ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഓക്കെ,
തെരഞ്ഞെടുപ്പ് പട്ടികയിൽ പേരില്ലാത്തവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. മാനസിക രോഗികൾ അല്ലെങ്കിൽ മാനസികമായി പ്രശ്നമുള്ളവർക്ക്, അതായത് ഒരു സ്ഥാനാർത്ഥി മറ്റു മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കുറ്റവാളികൾ, അഴിമതി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, നിയമവിരുദ്ധ പ്രവർത്തികൾ തുടങ്ങിയവ നടത്തിയ ആൾക്കാര് ഇല്ല, അവർക്കും വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഓപ്ഷൻ ഡി ആണ് 1, 2, 3, 4. ഓക്കെ, കൊലപാതകം ചെയ്തവരെ പരീക്ഷ എഴുതിക്കും പോലെ അല്ല ഈ പരിപാടികൾ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു ആ കേസ് അന്വേഷിച്ച SP വരെ പറഞ്ഞ കാര്യമാണ് അവർ ആസൂത്രിതമായിട്ടാണ് കൊലപാതകം നടത്തിയതെന്നുള്ള കാര്യം. ഓക്കെ, ഇത് സമൂഹത്തിന്, ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയണത്, സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശമായിരിക്കും ഈ ഒരു കാര്യം നൽകുന്നത്. പക്ഷെ നമ്മുടെ നിയമവും പിന്നെ ബാലാവകാശങ്ങളും പറയുന്നത് പരീക്ഷ എഴുതി കഴിക്കാൻ പറ്റൂലെന്നാണ്. പക്ഷെ അത് നോക്കുക, ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലാവും, നമുക്ക് കുറച്ച് പ്രായമുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്കത് മനസ്സിലാവും. പക്ഷെ ഒരു കുട്ടി ഒന്ന് ആലോചിക്കണതാണ്, അവര് കുറച്ച് പേര് കൂട്ടം ചേർന്നിട്ട് ഒരാളെ കൊല്ലുകയും അവര് ഈസിയായി പരീക്ഷ എഴുതുകയും ചെയ്യുന്നു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ നാട്ടിലെ നിയമം എന്നല്ലേ കുട്ടികൾ ചിന്തിക്കത്തുള്ളൂ. അവർ വീണ്ടും അക്രമത്തിലേക്കല്ലേ പോകത്തുള്ളൂ ഇത് മനസ്സിലാക്കുന്ന കുട്ടികൾ. ഓക്കെ, ഇനി അവരെ മാസമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചിന്തയായിരിക്കും കുട്ടികൾ വരുന്നത്. അടിക്കാനും ഇടിക്കാനും തൊഴിക്കാനും ഒക്കെ നമ്മുടെ രാജ്യത്ത് ലൈസൻസ് ഉണ്ടെന്നുള്ള ഒരു ഇത് വരും. ഓക്കെ, മാർക്കോ ഫിലിം സിനിമയൊക്കെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു രീതിയിലൊക്കെ സ്വാധീനിക്കുന്നുണ്ട് സിനിമയൊക്കെ, സത്യമാണത്. നമ്മളത് പറയുമ്പോൾ അങ്ങനെയാണ്ട. ക്വസ്റ്റ്യൻ പേപ്പറും കൊണ്ട് ഓഫീസിൽ അവർ അത് തന്നെ പറഞ്ഞത്. അത് ഇപ്പം ഒരു പ്രായവും ഇതൊക്കെ ഉള്ള നമ്മൾ ചിന്തിക്കും പോലെ അല്ല കുട്ടികൾ ചിന്തിക്കുന്നത്. ഏറ്റവും കൂടുതൽ ക്രിമിനൽ വാസന ഉണ്ടാകുന്നത് നമ്മുടെ കൗമാരത്തിലാണ് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളെ പോലെ ചിന്തിക്കുന്നത് നമ്മുടെ കൗമാരത്തിലാണ് പറയുന്നത്. അതുകൊണ്ടെങ്കിലും ആലോചിച്ചാൽ ശരിയാണ്. നമ്മളിപ്പോ ഈ ചെറിയ പ്രായത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ചെയ്യാൻ നമുക്ക് ധൈര്യം ഉണ്ടാ? ഇപ്പൊ ഇതിൽ കുറെ ആൺകുട്ടികളുണ്ട്, ഉണ്ടാടേ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ട് ക്ലാസ് കാണുന്ന നിങ്ങളെ ചെറിയ പ്രായത്തിൽ, അതായത് 19 വയസ്സ് വരെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ? അന്ന് നമുക്ക് അതൊക്കെ മാസമായിരുന്നു. ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് തെറ്റുകുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഓക്കെ, അതാണ്. പക്ഷെ ഈ ഒരു കാര്യം കുട്ടികൾക്ക് തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത്. ഓക്കെ, പക്ഷെ നമ്മുടെ നിയമവും ബാലാവകാശങ്ങളും സംരക്ഷിക്കുക എന്നുള്ളത് അതൊക്കെയാണ് പറയണത്. കുറെ കാര്യങ്ങൾ എഴുതി മാറ്റേണ്ട സമയം കഴിഞ്ഞു. അടുത്ത് നോക്കിയടാ, 11ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുക. 11ാം പട്ടികയിൽ ഉൾപ്പെട്ടുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്തേ പിള്ളേരെ. സാങ്കേതിക പരിശീലനവും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും ഉൾപ്പെടുന്നുണ്ടോ? സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരോഗതി ഉൾപ്പെടുന്നുണ്ടോ? ഗ്രാമീണ വൈദ്യുതീകരണം ഉൾപ്പെടുന്നുണ്ടോ? ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ 11ാം പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ടോ? എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക്? വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്താണ് 11ാം പട്ടിക. എന്താണ് 11ാം പട്ടിക? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 11ാമത്തെ പട്ടിക എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 11ാമത്തെ പട്ടിക പഞ്ചായത്തി രാജ് ആണ്, അല്ലെ? പഞ്ചായത്തി രാജ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 11ാമത്തെ പട്ടിക. ഏത് ഭേദഗതി പ്രകാരമാണ് 11ാം പട്ടിക ഉൾപ്പെടുത്തിയത്? ഏത് ഭേദഗതി പ്രകാരമാണ്? 73ാം ഭേദഗതി പ്രകാരമാണ് 11ാം പട്ടിക ഉൾപ്പെടുത്തിയത്. 73ാം ഭേദഗതി പ്രകാരമാണ് 11ാം പട്ടിക ഉൾപ്പെടുത്തിയത്. 12ാമത്തെ പട്ടിക എന്താണ്? 12ാമത്തെ പട്ടിക എന്താണ്? 12ാമത്തെ പട്ടിക നഗരപാലിക നിയമങ്ങളാണ്. നഗരപാലിക നിയമങ്ങളാണ് 12ാമത്തെ പട്ടിക, അതായത് മുനിസിപ്പാലിറ്റി ആക്ട് ആണ്. 12ാമത്തെ പട്ടിക ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതി പ്രകാരമാണ്? 12ാമത്തെ പട്ടിക 74ാമത്തെ ഭേദഗതി പ്രകാരമാണ് 12ാമത്തെ പട്ടിക. ഓക്കെ, നിങ്ങൾ അത് നന്നായിട്ട് പറയണേ. വീണ്ടും ചോദിക്കുകയാണ്, 10ാമത്തെ പട്ടിക എന്താണ്? 10ാമത്തെ പട്ടിക എന്താണ്? 10ാമത്തെ പട്ടിക ആന്റി ഡിഫെക്ഷൻ ലോ അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമമാണ് 10ാമത്തെ പട്ടിക. കൂറുമാറ്റ നിരോധന നിയമമാണ് 10ാമത്തെ പട്ടിക. ഏത് ഭേദഗതിയിലാണ് ഉൾപ്പെടുത്തിയത്? 10ാം പട്ടിക ഉൾപ്പെടുത്തിയ ഭേദഗതി 52ാമത്തെ ഭേദഗതിയാണ്. ഓക്കെ, നമുക്കിവിടെ ചോദിക്കുന്നത് 11ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ എന്നാണ്. 12ാം പട്ടിക പഞ്ചായത്തി രാജ്, സാങ്കേതിക പരിശീലനവും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും ശരി. സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരോഗതി ശരി. ഗ്രാമീണ വൈദ്യുതീകരണം ശരി. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ ശരി. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. അത് നമുക്ക് അത്യാവശ്യം ആലോചിച്ചാൽ കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പഞ്ചായത്ത് രാജിൽ ഇതെല്ലാം വരുന്നുണ്ടെന്നുള്ള കാര്യം. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ.
കോ വാറന്റോ റിട്ടുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്ന് തിരഞ്ഞെടുത്തിട. കോ വാറന്റോ റിട്ടുകൾ. വായിച്ചിട്ട് ഉത്തരം കമന്റ് ചെയ്യണേ. നോക്കാം. ഒന്നാമത്തെ വസ്തുത ഇങ്ങനെയാണ്: ഒരാളെ അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് അധികാരത്തിൽ എന്നർത്ഥം വരുന്ന റിട്ടാണ് കോ വാറന്റോ റിട്ട്. ഒരാളെ അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറന്റോ. അപ്പൊ ഒന്നാമത്തത് ശരിയാണ്. ഇവിടെ പേന ഒന്നാമത്തത് ശരിയാണ്. ഓക്കെ. ഉത്തരവിലൂടെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് പ്രസ്തുത വ്യക്തിയെ നീക്കം ചെയ്യുന്നു. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനത്തിരിക്കാൻ പറ്റില്ലെങ്കിൽ അദ്ദേഹത്തെ നീക്കം ചെയ്യും. ലെഫ്റ്റ് ആയിക്കോ. രണ്ടാമത് ശരിയാണ്. അടുത്ത, നിയമം മൂലമോ ഭരണഘടന അനുസൃതമായ രൂപീകരിക്കപ്പെട്ട സ്ഥിര സ്വഭാവമുള്ള ഒരു പൊതു ഓഫീസിനെതിരെ മാത്രമേ ഈ റിട്ട് പുറപ്പെടുവിക്കാനാവൂ. ശരിയല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മുടെ സ്മാർട്ട് PSCയുടെ മാനേജറായിട്ട് ഇരിക്കുന്ന അതുലാണ്. ഓക്കെ. നിങ്ങൾക്ക് റിട്ട് തന്ന അതുലിനെ അതിന് പുറത്താക്കാൻ പറ്റുമോ? നിങ്ങളിപ്പോ റിട്ടും കൊണ്ട് വരെയാണ് അതുലിനെ പുറത്താക്കാൻ പറ്റൂല. നിയമം മൂലമോ അല്ലെങ്കിൽ ഭരണഘടനാപരമായോ രൂപീകരിക്കപ്പെട്ട സ്ഥിര സ്വഭാവമുള്ള ഒരു പൊതു ഓഫീസിനെതിരെ മാത്രമേ ഈ റിട്ട് പുറപ്പെടുവിക്കാനാവൂ. അതും ശരിയാണ്. ഓക്കെ. പൊതു താല്പര്യമുള്ള ഏതൊരു പൗരനും കോ വാറന്റോ റിട്ട് ആവശ്യപ്പെടാം. കേട്ടോ, പൊതു താല്പര്യമുള്ള ഏതൊരു പൗരനും കോ വാറന്റോ റിട്ട് ആവശ്യപ്പെടാം. അതായത് ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4 ആൻസർ. കേട്ടോ. അപ്പൊ ഇപ്പൊ എന്ത് അധികാരത്തിൽ നടത്തപ്പെടുന്ന റിട്ടാണ് കോ വാറന്റോ റിട്ട്? ഒരാളെ അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോ വാറന്റോ. ഉത്തരവിലൂടെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് പ്രസ്തുത വ്യക്തിയെ നീക്കം ചെയ്യാം. നിയമം മൂലമോ ഭരണഘടന അനുസൃതമായി രൂപീകരിക്കപ്പെട്ട സ്ഥിര സ്വഭാവമുള്ള ഒരു പൊതു ഓഫീസിനെതിരെ മാത്രമേ ഈ റിട്ട് പുറപ്പെടുവിക്കാനാവൂ. പൊതു താല്പര്യമുള്ള ഏതൊരു പൗരനും കോ വാറന്റോ റിട്ട് ആവശ്യപ്പെടാം. ക്ലിയർ ആണേ? ശരി. പിന്നെ ഞാൻ ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ ഈ പോലീസ് അങ്ങനത്തെ ജോലിയൊക്കെ നോക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു പെറ്റി കേസിൽ പോലും പോയി പെടരുത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഈ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ. കേട്ടോ, അതുകൊണ്ട് ഒരു പെറ്റി കേസിൽ പോലും ഹെൽമെറ്റ് ഇല്ലാതെ പിടിക്കുന്ന കേസായാലും ശരി, അതിൽ പോലും പോയി പെടരുത്. ഇൻ കേസ് പിടിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ പെറ്റി അടിച്ച് ഇറങ്ങി പൊക്കോണം. മനസ്സിലായ? അതൊരു കേസാവാൻ നിൽക്കരുത്. മനസ്സിലായ? ഇപ്പൊ എനിക്കെതിരെ ക്രിമിനൽ കേസ് ഉണ്ടായിരുന്നതാണ്. 2021 ക്ലോസ് ആയതാണത്. പണ്ട് രാഷ്ട്രീയം കളിച്ചിരുന്ന സമയത്ത് ഉണ്ടായത്. എന്നിട്ട് പോലും ഇപ്പൊ പോലും, അതായത് ഞാനിപ്പം സർവീസ് ലീവ് എടുത്തിരിക്കുന്ന ആളാണ്. എന്നിട്ട് ഇപ്പൊ പോലും എനിക്ക് അതിന്റെ പേരിൽ വെരിഫിക്കേഷന്റെ കാര്യങ്ങളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായ? എന്റെ അനിയന് മുമ്പ് ഒരു കോവിഡ് സമയത്ത് ഒരു പെറ്റി കേസ് ഉണ്ടായിട്ടുണ്ട്. അവൻ ഇപ്പോഴും റീസെന്റ് ആയിട്ട് വെരിഫിക്കേഷന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വേറെ ഒന്നുമില്ല, കോവിഡ് സമയത്ത് ഒരു കൂട്ടം കൂടി നിന്നൊന്നും പറഞ്ഞുകൊണ്ട് ഒരു പെറ്റി കേസ് വന്നതാണ്. പെറ്റി അടച്ച് അത് എല്ലാം കഴിഞ്ഞതാണ്. പക്ഷേ ഇത് ജോലിക്ക് കയറുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമാണ്. നമ്മളിട്ട് ഓടിച്ചളയവര്. അതുകൊണ്ടൊരു പെറ്റി കേസിൽ പോയി പെടരുത്. കേട്ടാ? ഇപ്പൊ അമ്പലങ്ങൾ ഉത്സവമൊക്കെ നടക്കുകയാണ്. അവിടെ പോയി മാസം കാണിക്കാൻ വേണ്ടി ഇതിനും പോയി കയറരുത്. കയറി കഴിഞ്ഞാൽ ഇടി കിട്ടുകയും ചെയ്യും, കേസ് വരികയും ചെയ്യും. കേട്ടാ? കാരണം ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ അമ്മാതെ ഇടിയാണ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മളെ കൊണ്ടൊന്നും താങ്ങത്തില്ല. ബ്രാഹ്മണൻ നഞ്ചക്കിട്ട് കൊട്ടിത്തരും, നമ്മളെ ബോധം പോവുകയും ചെയ്യും, നമുക്കെതിരെ കേസ് വരികയും ചെയ്യും. സോ ബി കെയർഫുൾ. ഓക്കെ. നമുക്ക് ജോലി കിട്ടിയിട്ട് മാസം കാണിക്കാം. കേട്ടോ? പോലീസ് രംഗം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ മാസം കാണിക്കാനുള്ള അവസരമുണ്ട്. കേട്ടോ? ശരി. അടുത്ത്, കേന്ദ്ര മന്ത്രിസഭയിൽ കൃഷി, കർഷക ക്ഷേമം, ഗ്രാമവികസനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാനാണ്. കേട്ടോ, ശിവരാജ് സിംഗ് ചൗഹാനാണ് ആൻസർ. കേന്ദ്ര മന്ത്രിസഭയിൽ കൃഷി, കർഷക ക്ഷേമം, ഗ്രാമവികസനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത് 27, അക്ഷയ പദ്ധതിയുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അക്ഷയ പദ്ധതിയുമായി ബന്ധപ്പെട്ട വസ്തുത ശരിയായവ. ഇന്ത്യയിൽ ആദ്യമായി ജില്ലാ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഈ സാക്ഷരതാ പദ്ധതി. ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായി രൂപം നൽകിയ സംരംഭം. അക്ഷയ പദ്ധതി ആരംഭിച്ചത് 2005 ഏപ്രിൽ 4-നാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി കാഴ്ച പരിമിതി ഉള്ളവർക്ക് പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ഇൻസൈറ്റ്. എന്തെങ്കിലും നടക്കുമോ ഈ ക്വസ്റ്റ്യനിൽ? എന്തെങ്കിലും ഈ ക്വസ്റ്റ്യനിൽ നടക്കുമോ? നടക്കേണ്ടതാണ്.
കാരണം മൂന്നാമത്തത് നമുക്ക് വെട്ടാം. മൂന്നാമത്തെ നമുക്ക് എങ്ങനെ വെട്ടാന്ന് കേട്ട് കഴിഞ്ഞാല് അക്ഷയ പദ്ധതി ആരംഭിച്ചതൊക്കെ നമ്മൾ ഒരുപാട് തവണയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അക്ഷയ പദ്ധതി ആരംഭിച്ചത് എപ്പോഴേ അക്ഷയ പദ്ധതി ആരംഭിച്ചത്? ഏത് വർഷമാ? വർഷവും ഡേറ്റും ആർക്കാ വേണ്ടിയാ? 2002 ആരംഭിച്ചത്. 2002 ഡേറ്റ് ആക്കെയും പറയാൻ പറ്റുമോ? അക്ഷയ പദ്ധതി 2002 നവംബർ 18. ഇത്രയും പറഞ്ഞില്ലേ? ആരാണ് ഉദ്ഘാടനം ചെയ്തത്? അക്ഷയ പദ്ധതി ഉദ്ഘാടനം 2002 നവംബർ 18. APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം ആണ് അക്ഷയ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ആദ്യമായി ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. ആദ്യമായി ആരംഭിച്ചത് മലപ്പുറം ജില്ലയിൽ 2002 നവംബർ 18. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നമുക്ക് ബിയും ഡിയും വെട്ടിക്കളയാം. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. 1, 2, 4 ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, അതായത് ഇന്ത്യയിൽ ആദ്യമായി ജില്ലാ അടിസ്ഥാനം നടപ്പിലാക്കിയ ഈ സാക്ഷരതാ പദ്ധതി ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രൂപം നൽകിയ സംരംഭം. അതുപോലെ തന്നെ 2002 നവംബർ 18 APJ അബ്ദുൽ കലാം ഉദ്ഘാടനം ചെയ്തു. ആരംഭിച്ചത് മലപ്പുറത്താണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി കാഴ്ച പരിമിതി ഉള്ളവർക്ക് പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഓർത്തിരിക്കുക. ഇനി 3 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളു. 17 തെറ്റായ പ്രസ്താവന ഏത്? ലോകായുക്തയെ നിയമിക്കും മുൻപ് ഗവർണർ, മുഖ്യമന്ത്രി, സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് എന്നിവരുമായി കൂടിയാലോചന നടത്തുന്നു. ലോകായുക്ത നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അഴിമതികളും മറ്റും അന്വേഷിക്കുന്ന അല്ലെങ്കിൽ തടയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ലോകായുക്ത. ലോകായുക്തയെ നിയമിക്കും മുൻപ് ഗവർണർ, മുഖ്യമന്ത്രി, സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് എന്നിവരുമായി കൂടിയാലോചന നടത്തണോ? വേണോ വേണ്ടേ? വേണം. ലോകായുക്തയെ നിയമിക്കും മുമ്പ് ഗവർണറാണ് നിയമിക്കുന്നത്. നിയമിക്കും മുമ്പ് ഗവർണർ, മുഖ്യമന്ത്രി, സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് എന്നിവരുമായി കൂടിയാലോചന നടത്തണം. ശരിയാണ്. ലോകായുക്ത, ഉപലോകായുക്ത എന്നിവയുടെ കാലാവധി 5 വർഷമാണ് കേട്ടോ. 5 വർഷമാണ് ലോകായുക്ത, ഉപലോകായുക്ത എന്നിവയുടെ കാലാവധി 5 വർഷമാണ്. ലോകായുക്തയുടെ ശമ്പളം സുപ്രീം കോടതി ജഡ്ജിക്ക് അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് തുല്യമാണ്. ശരിയോ തെറ്റോ? ലോകായുക്തയുടെ ശമ്പളം സുപ്രീം കോടതി ജഡ്ജിക്ക് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിന് തുല്യമാണ്. ശരിയോ തെറ്റോ? എന്തർത്ഥത്തിലാണ് തെറ്റെന്ന് പറയുന്നത്? അവിടെ ശമ്പളം എത്രയാണ്? 2,50,000 തന്നെയാണ്. അവിടെ ശമ്പളം 2,80,000 തന്നെയാണ്. 2,80,000 തന്നെയാണ് അവിടെ ശമ്പളം. ഓക്കെ, അത് ശരിയാണ്. സുപ്രീം കോടതി ജഡ്ജിക്കും ഹൈക്കോടതി ജഡ്ജിനും ശമ്പളം 2,50,000 അല്ലേ? 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ലോകായുക്ത, ഉപലോകായുക്ത എന്നിവരെ നീക്കം ചെയ്യാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കാണ്. അത് തെറ്റല്ലേ? നീക്കം ചെയ്യുന്ന ആര്? ഗവർണർ അല്ലേ നീക്കം ചെയ്യുന്നത്? ഗവർണറാണ് നീക്കം ചെയ്യുന്നത്. അതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ഗവർണറാണ് നീക്കം ചെയ്യുന്നത്. അപ്പൊ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി ആണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? ലോകായുക്ത എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണോ? അല്ലേ? ആണോ? ലോകായുക്ത, ലോക്പാലൊക്കെ ഭരണഘടനാ സ്ഥാപനമാണോ? അല്ല. എന്ത് ബോഡിയാണിത്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയാം. മനസ്സിലായോ? സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയാം കേട്ടോ. ഓക്കെ, നമ്മുടെ ചാനലിൽ ക്ലാസ് പോകണ്ട, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കും നിങ്ങൾക്ക്. ഓക്കെ, അടുത്ത് ശരിയായ 2 ക്വസ്റ്റിനോട് എളുപ്പത്തേക്കാം. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്ന് തിരഞ്ഞെടുത്തേടാ. നയങ്ങളും ചട്ടങ്ങളും നടപ്പിലാക്കാനും ഭരണം നടത്താനും ചുമതലയുള്ള ഗവൺമെന്റിന്റെ ഘടകത്തെയാണ് എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നത്. നയങ്ങളും ചട്ടങ്ങളും നടപ്പിലാക്കാനും ഭരണം നടത്താനും ചുമതലയുള്ള ഗവൺമെന്റ് ഘടകത്തെയാണ് എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നത്. ശരിയോ തെറ്റോ? 1ാമത്തെ പ്രസ്താവന. വളരെ 1ാമത്തെ പ്രസ്താവന ശരിയാണ്. നയങ്ങളും ചട്ടങ്ങളും നടപ്പിലാക്കാനും ഭരണം നടത്താനും ചുമതലയുള്ള ഗവൺമെന്റിന്റെ ഘടകത്തെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നത്. അല്ലെ? എക്സിക്യൂട്ടീവ്. നമ്മൾ നിയമങ്ങൾ നടപ്പിലാക്കുന്നു, നയങ്ങൾ നടപ്പിലാക്കുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ധർമ്മങ്ങളെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3ആയി തരംതിരിച്ച ആദ്യത്തെ രാഷ്ട്രീയ ചിന്തകൻ സോക്രട്ടീസ്. ശരിയോ തെറ്റോ? സോക്രട്ടീസ് ആണോ? 3ആയി തരംതിരിച്ചത് ആരാണ്ട? മൊണ്ടസ്ക്യൂ ആണല്ലേ? മൊണ്ടസ്ക്യൂ ആണ് ഇങ്ങനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ തരംതിരിച്ചത്. മൊണ്ടസ്ക്യൂ ആണ്. ആരാണ്? മൊണ്ടസ്ക്യൂ ആണ് തരംതിരിച്ചത്. ഓക്കെ, ക്ലിയർ ആണ്. നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗമാണ് എക്സിക്യൂട്ടീവ്. നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗമാണ് എക്സിക്യൂട്ടീവ്. അല്ലേ? നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമം നടപ്പിലാക്കുന്നത്
ആരാണ്ട ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഗവൺമെന്റ് നയത്തിലുള്ള മൊത്തത്തിലുള്ള ഉത്തരവാദിത്തം പേറുന്നത് സ്ഥിരം എക്സിക്യൂട്ടീവ് ആണ്. ഗവൺമെന്റ് നയത്തിലുള്ള മൊത്തത്തിലുള്ള ഉത്തരവാദിത്തം പേറുന്നത് സ്ഥിരം എക്സിക്യൂട്ടീവ് ആണ്. നമുക്കറിയാം എക്സിക്യൂട്ടീവ് എത്ര ടൈപ്പ് ഉണ്ട്? എക്സിക്യൂട്ടീവ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് രാഷ്ട്രീയ, അതായത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, അതായത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗവും സ്ഥിര കാര്യനിർവഹണ വിഭാഗവും. ഇതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിലാണ് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, അങ്ങനെയുള്ള ലെഫ്റ്റ് ആയിക്കോ, രാഷ്ട്രപതി, പ്രധാനമന്ത്രി അങ്ങനെയുള്ള പദവികളെല്ലാം വരുന്നത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിലാണ്. ഇവിടെ അവരല്ലേ ഗവൺമെന്റ് നയങ്ങളൊക്കെ രൂപീകരിക്കുന്നത്, ഇവരതിന് സഹായിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തം പേറുന്നത് സ്ഥിരം എക്സിക്യൂട്ടീവ് ആണോ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ആണോ? ആലോചിച്ച് നോക്ക്. ഇവരതിന് സഹായിക്കുന്നു. അവരല്ലേ പാർലമെന്റിലും നിയമസഭയിലൊക്കെ ചർച്ച ചെയ്തിട്ട് അവരല്ലേ അത് അവതരിപ്പിച്ച് പാസ്സാക്കി എടുക്കുന്നത്. അപ്പൊ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തം വരുന്നത് സ്ഥിരം എക്സിക്യൂട്ടീവിനാണോ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനാണോ? അതായത് രാഷ്ട്രീയ കാര്യനിർവഹണത്തിന്. അപ്പൊ അത് തെറ്റല്ലേ? നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേടാ? നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകളാണ്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഓപ്ഷൻ ഡി ആണ്ട 1ഉം 3ഉമാണ്. ഓക്കെ, അതായത് നയങ്ങളും ചട്ടങ്ങളും നടപ്പിലാക്കാനും ഭരണം നടത്താനും ചുമതലയുള്ള ഗവൺമെന്റ് ഘടകത്തെയാണ് എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നത്. സർക്കാരിന്റെ ധർമ്മങ്ങളെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3ആയി തരംതിരിച്ചത് മൊണ്ടസ്ക്യൂ ആണ്. നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെന്റ് വിഭാഗമാണ് എക്സിക്യൂട്ടീവ്. ഗവൺമെന്റ് നയത്തിന്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തം രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിനാണ്. കേട്ടോ, ഇത് ഇവർ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. കേട്ടോ, അവരാണ് അത് രൂപീകരിക്കുന്നത്. ഓക്കെ, അടുത്ത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഈസി ക്വസ്റ്റ്യൻ ആണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അല്ലേ, പ്രധാനമന്ത്രിയാണ് ചെയർമാൻ. കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പോലെ ദേശീയ പ്രധാനമന്ത്രിയാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ശരിയാണ്. 2005 സ്ഥാപിതമായത്. ശരിയാണ്. അംഗങ്ങളുടെ കാലാവധി 3 വർഷം. പ്രധാനമന്ത്രിയുടെ കാലാവധി 5 വർഷമല്ലേ? അപ്പം കാലാവധി എത്ര വർഷത്തോടെ? 5 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി വരുന്നത്. കേട്ടാ, 5 വർഷമാണ് കാലാവധി വരുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്ട് ഓപ്ഷൻ ഡി ആണ്. ഇവിടെ 30 ചോദ്യം ഇല്ലായിരുന്നു, 29 ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കട്ടായി പോയിട്ടുണ്ട്. അതായത് ശ്രദ്ധിച്ചെന്നറിയാൻ വയ്യ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര മാർക്ക്, അത് 1 മാർക്കാണെങ്കിൽ 1 മാർക്ക്, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് ആവാം. ഓക്കെ.